വണ്ടി എന്തിനാ ഇവിടെ നിർത്തിയിട്ടിരിക്കുന്നെ? ഓഫീസിലേക്ക് പോകുന്നില്ലേ? നീ കംപ്ലൈന്റ് ചെയ്യും അല്ലേടി? കലക്കിയില്ലേ കുട്ടാ? ഞാൻ പറഞ്ഞില്ലേ? എന്തു പറഞ്ഞു? ഞാൻ പറഞ്ഞല്ലോ. എപ്പോ? ഇപ്പോ ഇപ്പോ ബ്രദർ, ഒറിജിനൽ വർക്ക് വിൽ ഓൾവേസ് ലാസ്റ്റ്. ആരെങ്കിലും ഒന്ന് തുടങ്ങണമല്ലോ, എന്നാലല്ലേ മറ്റുള്ളവർ ഏറ്റെടുക്കൂ, അല്ലേ? അതെ. താങ്ക് യു സർ. ബോണി, ഒരു പ്രോട്ടീൻ ഷേക്ക്. ബൈ. പ്രോട്ടീൻ ഷേക്ക് അല്ലെങ്കിൽ വേണ്ട. യെസ് മാഡം, ഞാൻ പറഞ്ഞില്ലേ ഞാൻ ചെന്നൈയിലാണ്. നാളെ എത്തിയ ഉടനെ ഞാൻ ബില്ലടയ്ക്കാം. എന്താടാ? എടാ, ഞാൻ മായ വിളിച്ചിട്ട് കിട്ടുന്നില്ല. അവളുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണെന്ന് തോന്നുന്നു. എടാ, കഴിഞ്ഞ ദിവസം ഞാൻ ഒരുപാട് നേരം ട്രൈ ചെയ്തിരുന്നു, അവള് ഫോൺ എടുത്തില്ല. ഒരു പക്ഷേ ജോലി തിരക്കിലൊക്കെ ആയതുകൊണ്ടായിരിക്കും. നീ ഒന്ന് പോയി നോക്ക്. നീ വിഷമിക്കണ്ടടാ, ഞാൻ പോയി നോക്കിക്കോളാം. ഞാൻ എന്തായാലും ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ കയറാം. ശേ, നിങ്ങളാരാ? ഞാൻ ഡോക്ടർ റോയ്. എന്താ സർ? നിങ്ങളാണോ ഇവിടെ താമസിക്കുന്നത്? അല്ല, ഇതെൻ്റെ ഫ്രണ്ടിൻ്റെ വീടാ. ഞാനെൻ്റെ വൈഫിനെ കാണാൻ വന്ന. വൈഫിന്റെ പേര് മായ എന്നാണോ? അതെ. എന്താ സർ പ്രശ്നം? നിങ്ങളൊന്ന് സ്റ്റേഷൻ വരെ വരണം. എന്താടാ? എടാ, നീ ഒന്ന് അത്യാവശ്യമായിട്ട് ഇങ്ങോട്ട് വാ. ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഇന്ന് വൈകുന്നേരത്തെ ട്രെയിൻ കയറുന്നു. എന്താ കാര്യം? അതല്ല, ഇത്തിരി അത്യാവശ്യമുണ്ട്. നീ ഒരു ഫ്ലൈറ്റിന് വാ, ഞാൻ ടിക്കറ്റ് ബുക്ക് ചെയ്ത് PNR നമ്പർ അയച്ചു തരാം. നീ ഒന്ന് വേഗം വാ. നീ കാര്യം പറയടാ. നീ വേഗം വാ, നീ വന്നിട്ട് പറയാം.
എക്സ്ക്യൂസ് മീ, ഡോക്ടർ റോയ് ഫിലിപ്പ് ഏത് ഫ്ലോറിലാണ്? ചേട്ടാ. എന്തു പറ്റി അമ്മു? മഹേഷിന്റെ പറ. എന്താടാ മഹയ്ക്ക് എന്ത് പറ്റി? നീ വാ. ഇത് ഇൻസ്പെക്ടർ അലക്സാണ്ടർ. നീ ഇരിക്കെ. ഹർഷ, ഞാൻ പറയുന്നത് നീ ധൈര്യത്തോടെ കേൾക്കണം. സാർ, ഒരു പ്രശ്നമുണ്ട്. എന്താടോ? ബോഡിക്ക് തലയില്ല. തലയില്ലേ? എങ്കിലത് താൻ ഫോണിൽ പറയണ്ടേ? ബോഡി മനുഷ്യന് കാണാൻ പറ്റുന്ന വിധത്തിലാക്കിയിട്ട് വേണ്ടേ എന്നെ വിളിക്കാൻ? അപ്പം ഞങ്ങളൊന്നും മനുഷ്യരല്ലേ? രൂപം കൊണ്ട് മാത്രം കാര്യമില്ല. ആരാ വിറ്റ്നസ് ഉണ്ടെന്ന് പറഞ്ഞത്? ദാ ഇവനാണ് സാർ ബോഡി ആദ്യം കണ്ടത്. ഡാ, എന്നോട് പറഞ്ഞ പോലെ സാറിനോട് പറടാ. പറടാ. കണ്ടാലറിയാം. ഇപ്പം തന്നെ അവൻ്റെ പകുതി കാറ്റും പോയിരിക്കുക. താൻ ഒച്ച വെച്ച് ഉള്ളതും കൂടി കളയാതെ. സാർ, ഇത് ബോഡിയിൽ നിന്ന് കിട്ടിയ. വരാൻ പറ്റാത്ത ദിവസങ്ങളിൽ ഞങ്ങൾ വിളിച്ച് അറിയിക്കാറുണ്ട്. അന്ന് എന്ത് പറ്റിയെന്ന് എനിക്കറിയില്ല. ഞാൻ കരുതി സൂപ്പർവൈസറിനെ ഇൻഫോം ചെയ്തിട്ടുണ്ടാവുന്നു. അന്ന് ലീവാണെന്ന് എൻ്റെ അടുത്തും പറഞ്ഞില്ല സാർ, അതാ ക്യാബ് അയച്ചത്. ഇവിടെ റൂട്ട് ചാർട്ടിൻ്റെ രജിസ്റ്റർ ഉണ്ടെങ്കിൽ ഒന്ന് എടുക്കും. ഉണ്ട് സാർ. ഇതാ സാർ. അന്ന് ആ റൂട്ടിൽ പോയത് ഏത് ഡ്രൈവറായിരുന്നു? ഞങ്ങൾ അവിടം വരെ പോയി വെയിറ്റ് ചെയ്തിരുന്നു. മാഡം വന്നില്ല. പിന്നെ ഞങ്ങൾ തിരിച്ചു പോന്നു. വിളിച്ചു നോക്കിയില്ലേ? ഇല്ല, മാഡം ഫോൺ എടുത്തില്ല. ഒരു 5 മിനിറ്റ് വെയിറ്റ് ചെയ്ത് ഞങ്ങൾ പോന്നു. പക്ഷെ മായയുടെ കൂടെ ജോലി ചെയ്യുന്ന ആൾ പറഞ്ഞത് സുപ്രൻ അന്ന് അങ്ങോട്ടേക്ക് പോയിട്ടേ ഇല്ലെന്നാണല്ലോ. പറ സുപ്ര, അന്നെന്താ സത്യത്തിൽ സംഭവിച്ചത്? എനിക്കൊന്നും അറിയില്ല സാർ. രാമേന്ദ്ര, സുപ്രം വന്ന് ബാ. അല്ലല്ല സാറേ, ഞാനെല്ലാം പറയാം. അന്ന് ഞാൻ മായമടുത്ത് പിക്ക് ചെയ്യാൻ പോയില്ല. കാരണം അത് മായമടത്ത് പിക്ക് ചെയ്യാൻ രാഘവൻ പൊയ്ക്കോളാന്ന് പറഞ്ഞോണ്ടാ ഞാൻ പോകാതിരുന്നത്. അതെന്തിനായിരുന്നു? അവര് തമ്മിൽ എന്തോ വഴക്കുണ്ടായിരുന്നു. അത് പറഞ്ഞു തീർക്കാനുണ്ടെന്ന് പറഞ്ഞ് രാഘവൻ എന്നെ നിർബന്ധിച്ചത് കൊണ്ടാ ഞാൻ പോകാതിരുന്നത്. ഈ സംഭവത്തിന് ശേഷം
രാഘവൻ ഇവിടെ പോയി? പിന്നീട് ഇവിടെ വന്നിരുന്നോ? അയാൾക്കിന്ന് ഡ്യൂട്ടി ഉണ്ടോ? സാറേ, ദാ ആ വരുന്ന രാഘവൻ. രാമേശ്വര, ഹർഷ, എനിക്ക് കാണണം റോയ്, എനിക്ക് അവളെ കാണണം. ഇത് അവളല്ല റോയ്, ഇത് അവളല്ല.
നീയും കൂടി ഇങ്ങനെ ആയാ ഞാൻ തകർന്നു പോകും. മൈക്കിതാ ടേക്ക് പോവാം. 1 2 3. കോളിളക്കം സൃഷ്ടിച്ച മായ കൊലക്കേസിന്റെ വിധി പുറത്തു വന്നിരിക്കുകയാണ്. കണ്ടെടുത്ത തെളിവുകളുടെയും സാക്ഷിമൊഴികളുടെയും അടിസ്ഥാനത്തിൽ പ്രതി രാഘവന് കോടതി ജീവപര്യന്തം ശിക്ഷിച്ചിരിക്കുന്നു. ഇതിനാണോ സാർ ഞങ്ങൾ ഇത്രയും കഷ്ടപ്പെട്ടത്? ആ പന്ന മോനെ കിട്ടേണ്ടത് ജീവപര്യന്തമല്ല, തൂക്കുകയറാണ്. റോയ്, കാര്യം അറിയാതാണ് എന്നോട് ചൂടാകുന്നത്. നിങ്ങൾ കണ്ടല്ലേ, എൻ്റെ കരിയറിൽ ഏറ്റവും നന്നായി വാദിച്ച കേസാണിത്. ഇന്ത്യൻ നീതിന്യായത്തിൽ ഒരു കൊലപാതകയ്ക്ക് വധശിക്ഷ ലഭിക്കണമെങ്കിൽ റെയറസ്റ്റ് ഓഫ് ദ റെയർ കേസായിരിക്കണം. കോടതിയുടെ കാഴ്ചപ്പാടിൽ നമ്മുടെ കേസ് അത്ര റെയർ അല്ലടോ. അതിന് പോരാൻ തോന്നുന്നുണ്ടെങ്കിൽ റോയ് ചെന്ന് ജഡ്ജിയായിട്ടിരിക്കുക, എന്നിട്ട് അവന് തൂക്കേറി വിധിക്ക്. ഇനി നിങ്ങൾ തന്നെ തൂക്കേറി വിധിച്ചാലും അത് നടക്കാൻ പോകുന്നില്ല. കാരണം റോയ്ക്കറിയോ, നമ്മുടെ സ്വതന്ത്ര ഇന്ത്യയിൽ വധശിക്ഷ നടപ്പിലാക്കിയിട്ടുള്ളത് ചുരുക്കം ചിലർക്ക് മാത്രമാണ്. അതെങ്കിലും മര്യാദയ്ക്ക് നടന്നിരുന്നെങ്കിൽ നമ്മുടെ നാട് എന്നെ നന്നായി പോയത്. ഒരു പ്രതിക്കെങ്ങാനും വധശിക്ഷ വിധിച്ചു കഴിഞ്ഞാൽ ഉടനെ വന്നോളും കുറെ മനുഷ്യാവകാശ പ്രവർത്തകരും മീഡിയകളും പണിയൊന്നുമില്ലാത്ത കുറെ നാറികളും. സാർ, ഈ കോടതി വിധി എങ്ങനെ നോക്കിക്കാണും പ്ലീസ് സാർ. സാർ വടിവെട്ടിയ വെടിവെച്ചെന്ന് പറഞ്ഞവരാ കോപ്പമാരി. എടോ, ആ പയ്യന്റെ പേര് കേസ് ചാർജ് ചെയ്തിട്ടുണ്ടോ? എന്ത് കാരണം കാണിച്ചാണ് സാർ ഞാൻ അവൻ്റെ പേരിൽ കേസ് ചാർജ് ചെയ്യേണ്ടത്? സ്വന്തം ഭാര്യയെ മൃഗീയമായി പീഡിപ്പിച്ച് അതിക്രൂരമായി കൊലപ്പെടുത്തിയ കൊലയാളിയെ ഉപദ്രവിക്കാൻ ശ്രമിച്ചതിനോ? നമ്മുടെ പ്രിയപ്പെട്ടവരെ ആരെങ്കിലുമാണ് ഇത് ചെയ്തിരുന്നതെങ്കിൽ നമ്മൾ അവരെ ഇപ്പോൾ വെറുതെ വിടുക. ഇവിടെ എന്ത് കുറ്റം ചെയ്താലും പരമാവധി കിട്ടുന്നത് ജീവപര്യന്തം. അത് കുറച്ച് കഴിയുമ്പോൾ പരോളായി ഇളവായി പുറത്തിറങ്ങും. വീണ്ടും പഴയ പരിപാടി തുടങ്ങും. ഇവിടെ വേണ്ടത് അറബി നാട്ടിലെ നിയമമാണ്. കൊന്നവനെ കൊല്ലണം, അതേ ക്രൂരതയോടെ, അതും ജനങ്ങളുടെ മുമ്പ് വെച്ച്. എന്നാലേ ഇവനൊക്കെ പഠിക്കൂ. ഇന്ത്യൻ ശിക്ഷാ നിയമത്തിൽ എവിടെയാണ് സർ ലൂപ്പോൾ ഇല്ലാത്തത്? കുറ്റവാളികൾക്ക് രക്ഷപ്പെടാനുള്ള പഴുതുകളാണ് അധികവും. സൂര്യൻ അസ്തമിച്ച പിന്നെ പെൺകുട്ടികളെ വഴി നടക്കാൻ സമ്മതിക്കോയി കാടന്മാര്. ദൈവത്തിന്റെ സ്വന്തം നാട് മണ്ണാങ്കട്ട. ഇവിടുത്തെ പുളിച്ച നിയമങ്ങൾ പൊളിച്ചെഴുതേണ്ട കാലം കഴിഞ്ഞു. അലക്സ്, യു റിലാക്സ്. ആ പയ്യന്റെ പേരിലുള്ള കേസ് ചാർജ് ചെയ്യേണ്ടെന്ന് പറയാനാണ് ഞാൻ വന്നത്. ആ പയ്യനെ അങ്ങ് വിട്ടേക്ക്. സർ, ആ എന്ത് പറഞ്ഞാണ് തന്നെ ആശ്വസിപ്പിക്കേണ്ടതെന്ന് എനിക്കറിയില്ല. ഒന്നും നമ്മുടെ നിയന്ത്രണത്തിലല്ലല്ലോ. അവന് കിട്ടിയ ശിക്ഷ ജീവപര്യന്തമാണ്. അതിൽ നമുക്ക് തൃപ്തിയില്ലെങ്കിലും സമാധാനിക്കുക, മായയ്ക്ക് വേണ്ടി പ്രാർത്ഥിക്കുക. അത്രയല്ലേ നമുക്കിത് ചെയ്യാനുള്ളൂ. ഹർഷയുടെ പേരിൽ കേസൊന്നും എടുത്തിട്ടില്ല, കൊണ്ടുപോയിക്കോ.
ഹർഷ, മുറിവുകളും പോറലുകളും ഉണ്ടാവും. മുറിവുകൾ താനേ ഉണങ്ങും. പക്ഷേ ഇവിടെ ഉണ്ടാകുന്ന മുറിവുകൾ നമ്മളായി തന്നെ മാറ്റണം. ടേക്ക് കെയർ.